ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ചെടികൾ സാധാരണയായിട്ട് മിക്ക കൂട്ടുകാരും താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, പൂക്കുന്നില്ല അല്ലെങ്കിൽ കായ്ക്കുന്നില്ല എന്ന്. എത്ര വർഷമായാലും കായ്ക്കാത്ത മാവിനും അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും പിന്നെ നമ്മുടെ ചെടികളും എല്ലാം പൂക്കാൻ ഈ ഒരു വളം മാത്രം മതിയാകും. അതായത് ഇതൊരു ഓപ്ഷനാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ കായ്ക്കാനും അതായത് ഇല കാണാതെ കായകൾ ഉണ്ടാകാനും പച്ചക്കറികൾക്ക് എല്ലാം നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണയായിട്ട് എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ രാസവളങ്ങൾ എല്ലാവരും പറയാറുണ്ട്. ഇത് ഒരു നുള്ളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതായത് അത് NPK കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ചെടികൾക്ക് ബേസിക്കലി വേണ്ടിയ കാര്യങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇതൊക്കെ തന്നെയാണ്. ഇത് കൂടാതെ തന്നെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസും നമ്മുടെ ചെടികൾക്ക് വേണ്ടി വരുന്നു. അതായത് കാൽഷ്യം വേണം, മഗ്നീഷ്യം വേണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വേണം. അപ്പം മെയിനായിട്ട് ഇതെല്ലാം അടങ്ങിയ ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു വളമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് റോസ് മുരടിപ്പ് മാറി നല്ല രീതിയിൽ കിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും കുറേ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിൻ്റെ പോട്ടിംഗ് മിക്സ് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം പറയുകയാണെങ്കിൽ നല്ല വെയിലുള്ള പ്രദേശങ്ങളിൽ വേണം നമ്മൾ ഈ പച്ചക്കറികളായാലും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും നടാൻ വേണ്ടിയിട്ട്. അതായത് സൂര്യപ്രകാശം ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മറ്റ് ഫെർട്ടിലൈസറുകളുടെ കൂട്ടത്തിൽ ഇതെന്ന് പറഞ്ഞാൽ ഫിഷമിനോ ആണ്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ഒത്തിരി നല്ലതാണ്. പൂക്കളും കായ്കളും ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ശർക്കര മത്തി എന്ന് പറയുന്നത്. അതാണ് ഇത്. ഞാൻ ഓൾറെഡി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫെർട്ടിലൈസറിലേക്ക് ഇത് ഒരു ഏകദേശം ഒരു 100 ml ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ കായ്ഫലം കിട്ടാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണിത്. ഇതിപ്പോൾ നല്ലപോലെ ഇതിൻ്റെ അകത്ത് ശർക്കരയും നമ്മുടെ മത്തിയും അല്ലെങ്കിൽ ചാളയെന്നൊക്കെ പറയുന്ന മീനും കൂടെ ചേർന്ന് നല്ലൊരു വളമായിട്ട് വന്നിരുന്നത്. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പൊട്ടാഷ്യം ഉണ്ട്. NPK നല്ലപോലെ റിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. പൂക്കാൻ ഏറ്റവും ബെസ്റ്റാണിത്. എസ്പെഷ്യലി നിങ്ങളിതൊന്ന് റോസിനൊക്കെ ഒഴിച്ച് നോക്കുക. നല്ലപോലെ പൂക്കാൻ സഹായിക്കും. മുരടിപ്പ് മാറി ഒന്ന് തളിർത്ത് വരാൻ നല്ലപോലെ പൂക്കാനും ഒക്കെ ഈ ഒരു വളം സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്ന ഒരു നല്ലൊരു ജൈവവളം. അപ്പോൾ ഇത് ജനറലി നമുക്കൊന്ന് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ജനറലായിട്ടൊന്ന് പറയാം. അതായത് ഒരു 100 ഗ്രാം കടലപ്പിണ്ണാക്കും ഒരു 25 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ ഒരു 100 ഗ്രാം പച്ചച്ചാണകം, ഇത് മൂന്നും കൂടെ എടുക്കുക. ഇത് 2 ലിറ്റർ വെള്ളവും കൂടെ എടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്ത് ഒരു 5 ദിവസം വെക്കണം. ഈ 5 ദിവസവും നമ്മൾ തണലത്താണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് രാവിലെയും വൈകിട്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 5 ദിവസം കഴിയുമ്പോൾ ഈ ഒരു മിക്സ് നല്ലപോലെ ഒന്ന് പുളിച്ച് കിട്ടും. അന്നേരം ആ 10 ഇരട്ടി വെള്ളം കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് വൈകിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടികളെല്ലാം നമ്മുടെ മാവ്, പ്ലാവ് എല്ലാം നല്ല രീതിയിൽ കായ്ച്ച് കിട്ടാൻ ഏറ്റവും ബെസ്റ്റായിട്ടോ. പിന്നെ ഇതല്ലാതെ നമ്മൾ വേറൊരു രീതിയിൽ ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത് ഒരു 1/2 ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കഞ്ഞിവെള്ളം കേട്ടോ, നല്ല കൊഴുത്ത കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ എടുത്തത്. നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലുള്ള കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാം 1/2 ലിറ്ററിലേക്കാണ് കേട്ടോ, ഒരു 100 ഗ്രാം നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴാണെങ്കിലും നമ്മൾ ഇതുപോലെ നമ്മൾ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ടൊന്ന് പുളിപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ നേരിട്ട് കൊണ്ട് ചെടികളുടെ ചുവട്ടിലേക്ക് ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് പിന്നീട് നമ്മുടെ ചെടികൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ലതുപോലെ പുളിപ്പിക്കുക. ഇതിലേക്ക് നല്ലതുപോലെ ഞാൻ ഇപ്പോൾ പുളിച്ച് 2 ദിവസമായതായിട്ട് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുമാതിരി ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും സാരമില്ല, നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക. ഞാൻ ഇന്നലെ ഇളക്കി കൊടുത്തു. നമുക്ക് ഇന്ന് രാവിലെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ മീനിൻ്റെ ആ ഒരു ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫിഷ് അമിനോ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ, അത് കുറച്ചൊരു ഏകദേശം ഒരു
50 ml ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 ഇരട്ടി വെള്ളത്തിലേക്ക് അങ്ങ് ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തെളിയാണ് ഞാൻ എടുത്ത് ചെടികളുടെ ചുവട്ടിലും മാവിൻ്റെ ആയാലും പ്ലാവിൻ്റെ ആയാലും നമ്മൾ പിടിപ്പിച്ച് കായ്ക്കാൻ ഉദ്ദേശിക്കുന്നതിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ റോസിനൊക്കെ ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കൂടെ കുതിർത്തതിന് ശേഷമാണ് റോസിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം റോസിനൊക്കെ പെട്ടെന്ന് തന്നെ നീരൂറ്റി കുടിക്കുന്ന ജീവികളും ഒരുപാട് ജീവികളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫിഷാമിനോ, അല്ലെങ്കിൽ നമ്മുടെ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ശർക്കര മത്തി എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ബേസിക്കലി വേറെ ഒന്നുമില്ല. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ തെളിയെടുത്ത് ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൽ നല്ലപോലെ വീണ്ടും ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് കണ്ടോ, ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ചീരയൊക്കെ കണ്ടോ, ചീരയൊക്കെ പെട്ടെന്ന് നല്ലപോലെ ആർത്ത് കിളിച്ചു വരും. നമ്മൾ പാകുന്ന എല്ലാ ചീരയുടെ വിത്ത് കിളിക്കാനും എല്ലാത്തിനും നല്ലതാട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ കപ്പലണ്ടി പിണ്ണാക്കല്ലേ, കടലപ്പിണ്ണാക്ക് എല്ലാ വളക്കടകളിലും കിട്ടും. ഇത് കിട്ടാത്ത കടയൊന്നുമില്ല. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. ഇതിന് 1 കിലോയ്ക്ക് 50 രൂപ മുതൽ. ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ വില കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ അതിനനുസരിച്ച് വില കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം തന്നെ എല്ലാത്തരം വിളകൾക്കും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് ഇത്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ടെറസ് കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ടെറസിൽ നമുക്കിത് കിട്ടാനുള്ള ഒരു ചാൻസ് കുറവാണ്. അതായത് ഈ പച്ചച്ചാണകമൊക്കെ കിട്ടാൻ വളരെ കുറവല്ല, അങ്ങനെ കിട്ടാറില്ല പലർക്കും. അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഈ ജൈവവളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കപ്പലണ്ടി പിണ്ണാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. കണ്ടോ, മാവിൻ്റെ ഇലയൊക്കെ നല്ല രീതിയിൽ തളിർത്ത് വന്നിരിക്കുകയാണ്. ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരെ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ തെളി നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലായി എന്തുമാത്രം റിസൾട്ടാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വളങ്ങളിപ്പം വാങ്ങാൻ ലഭ്യമാണ്. നമ്മൾ കുറച്ച് വളം മാത്രം കൊടുത്താൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ഇലകളിലും തണ്ടിലും സൂര്യപ്രകാശം തട്ടണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതേ രീതിയിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആ പോട്ടിംഗ് മിക്സ് മണ്ണിൻ്റെ ആ ഒരു ക്വാളിറ്റി പോട്ടിംഗ് മിക്സ് നിങ്ങൾ ചട്ടിയിലാണെങ്കിലൊക്കെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്തുമാത്രം വളക്കൂറോടുകൂടിയാണ് നമ്മൾ ആ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. പിന്നെ പോട്ടിംഗ് മിക്സിന് നല്ല രീതിയിൽ എയറേഷൻ നടക്കണം എന്ന് മാത്രമല്ല, നല്ലപോലെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതിൽ കെട്ടിക്കിടക്കാനിടയാകരുത്. അത് നല്ല രീതിയിൽ വാർന്നു പോകണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ 10 മണി ചെടികളാണ്. ഇതിപ്പം നട്ട് ചട്ടി നിറയെ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കളകൾ കറക്റ്റ് സമയത്ത് പറിച്ചു മാറ്റേണ്ടതാണ്. നിങ്ങൾക്കിപ്പം കണ്ടാൽ മനസ്സിലാകും, ഈ കളകൾ നമ്മൾ പറിക്കാതെ വിടുകയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ചെടി വളരാൻ അതിൻ്റെ വേര് ഓടുന്നതിലും കൂടുതൽ ഈ കളകളുടെ വേരായിരിക്കും ഓടുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എന്തുമാത്രം വേരും എന്തുമാത്രം സ്പേസുമാണ് ഈ 10 മണിക്ക് കിട്ടുന്നില്ല. അതിന് ഒരു സ്പേസ് ഈ കളകൾ കയറി എടുക്കുകയാണ്. അപ്പോൾ ഓരോ ചെടിയും നോക്കുക, അത് പക്ഷേ വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ വേര് വളരെ വിശാലമായിട്ട് പോകും. നമ്മുടെ ചെടിയിൽ 10 മണി നല്ലപോലെ വരത്തില്ല. അതിനൊരു കാരണം ഈ കളകൾ തന്നെയാണ്. അപ്പോൾ 10 മണി നടുന്നവർ ചട്ടി നിറയെ ചെടികൾ കിളിച്ച് വരണമെങ്കിൽ ഈ കളകൾ പറിച്ചു മാറ്റേണ്ടതുണ്ട്. പിന്നെ 10 മണിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ട മറ്റൊരു കാര്യം സൂര്യപ്രകാശമാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കും. ഇതിന് ഈ കടലപ്പിണ്ണാക്ക് കൊണ്ടുള്ള വളം നിങ്ങൾ ഒന്ന് ഒഴിച്ച് നോക്കുക, അപ്പം മനസ്സിലാകും ഇതിൻ്റെ ഒരു റിസൾട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന ചെടികൾക്കൊന്നുമില്ല കേട്ടോ, എല്ലാ ചെടികൾക്കും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക് കൊണ്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസർ. അതുപോലെ ഫിഷാമിനോ, അത് നമുക്കിതിൻ്റെ കൂടെ ചേർത്തും പ്രയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പോൾ അതേപോലെ തന്നെ മറ്റ് ചെടികളും എല്ലാത്തിനും ഇൻഡോർ പ്ലാന്റ്സിലേക്ക് ഒഴിക്കാൻ നല്ലതാണ്. പക്ഷേ അതൊക്കെയും കൊണ്ട് പുറത്ത് വെച്ചതിന് ശേഷം ഒഴിച്ച് നല്ലപോലെ അബ്സോർബായി വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം നമുക്ക് അകത്തേക്ക് കൊണ്ടുവെക്കാവുന്നു. ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ. നല്ലൊരു ക്ലോറോഫൈറ്റം എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വേര് ചെയ്യലിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാകരുത്. നല്ലപോലെ ഓക്സിജൻ തരുന്ന ചെടികളിൽ ഒന്നാണ് ഇത്. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ചെടിയാണ്. ഇതിന് ഒരുപാട് പ്രയോജനം, നാസ അപ്രൂവ് ചെയ്ത ഒരു ചെടിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care friends. Bye bye. See you next video.